നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ്. അതിലെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. എല്ലാവരും എന്നോടൊപ്പം ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്: മിസ്റ്റർ ബാലൻ നായർ വിത്ത് ഹിസ് ഫാമിലി ഡാഷ് അറ്റൻഡിങ് ദ പാർട്ടി. 6 ഓപ്ഷനിലുണ്ട്. ഈസ് ഉണ്ട്, വേർ ഉണ്ട്, ഹാവ് ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഒന്ന് ചെയ്ത് നോക്കണേ. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഈസ് ആണ്. ഉത്തരമായിട്ട് വരുന്നത് ഈസ് ആണ്. കാരണം എന്താ? 2 വ്യത്യസ്ത സബ്ജക്റ്റുകളെ വിത്ത്, അതുപോലെ എലോങ് വിത്ത്, അതുപോലെ ടുഗദർ വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, rather than, അതുപോലെ more than, in the company of, അതുപോലെ accompanied by, അതുപോലെ followed by, അതുപോലെ in addition to, വാക്കുകൾ ഏതൊക്കെയാ? വിത്ത്, along with, together with, rather than, more than, in the company of, accompanied by, followed by, in addition to. അടുത്ത വാക്കാണ് besides, as well as, as much as, like, unlike, including, not including, excluding, not excluding, അവസാനത്തെ വാക്ക് ആൻഡ് നോട്ട്. ഇതിൽ ഏതെങ്കിലും വാക്കുകൾ വെച്ച്, ഏതൊക്കെയാ വാക്കുകൾ പറഞ്ഞത്? വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, റാദർ ദാൻ, മോർ ദാൻ, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, ഫോളോഡ് ബൈ, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, as well as, as much as, like, unlike, including, not including, excluding, not excluding, and not. ഇതിൽ ഏതെങ്കിലും വാക്കുകൾ വെച്ച് 2 സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ ആദ്യത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരവെഴുതാം. ഇതിൽ വരുന്ന ആദ്യ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരവെഴുതാം. അപ്പോൾ നോക്കി, വിത്ത് വെച്ചാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആദ്യ സബ്ജക്റ്റ് മിസ്റ്റർ ബാലൻ നായർ ആണ്. ബാലൻ നായർ എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, അതുകൊണ്ട് ഉത്തരം സിംഗുലാർ ആണ്. 6 പ്ലൂറൽ ആണ്. ഈസ് സിംഗുലാർ ആണ്, വേർ പ്ലൂറൽ ആണ്, ഹാവ് ബീൻ പ്ലൂറൽ ആണ്. ഉത്തരം ഏത് വരുന്നു? ഈസ് വരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ രണ്ടാമത്തെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന വാക്കുകൾ ഏതൊക്കെയാ? 4 വാക്കുകളാണ്. ഒന്ന് പഠിച്ചോണം. എയ്തർ ഓർ, ഒന്നാമത്തെ വാക്കാണ് എയ്തർ ഓർ. രണ്ടാമത്തെ വാക്കാണ് നൈദർ നോർ, എയ്തർ ഓർ, നൈദർ നോർ. മൂന്നാമത്തെ വാക്ക് നോട്ട് ഓൺലി ബട്ട് ആൾസോ, നാലാമത്തെ വാക്ക് ഓർ. വാക്കുകൾ ഏതൊക്കെയാ? എയ്തർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഓർ. ഇതിൽ ഏതെങ്കിലും വാക്കുകൾ വെച്ചിട്ടാണ് 2 സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റ്, അതായത് ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്ന ഇങ്ങനെ ഡാഷിന് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് നോക്കിയിട്ട് ഉത്തരം എഴുതണം. ഈ 2 കാര്യങ്ങളൊന്നും ഓർമ്മയിലിരിക്കുക. കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം ഇതാണ്: ഈച്ച് ഓഫ് ദം ഡാഷ് ഹാവ് പൊളിറ്റിക്കൽ അംബിഷൻ. അവിടെ ഓപ്ഷനിൽ ഡു ഉണ്ട്, ഡസ് ഉണ്ട്, അതുപോലെ ഓട്ടോ ഉണ്ട്, ഡെയർലൈറ്റ് ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഡസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്.
എന്താ കാരണം? ഒന്ന് പഠിച്ചോണേ. വൺ ഓഫ് പ്രധാനപ്പെട്ട കാര്യമാണ്. വൺ ഓഫ്, അതുപോലെ എയ്തർ ഓഫ്, വൺ ഓഫ്, എയ്തർ ഓഫ്, അതുപോലെ നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, വാക്കുകൾ ഏതൊക്കെയാ? വൺ ഓഫ്, എയ്തർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞു? തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറലായിരിക്കും. തുടർന്ന് വരുന്ന സബ്ജക്റ്റ് എന്തായിരിക്കണം? പ്ലൂറലും. എന്നാൽ വെർബ് സിംഗുലാറുമാണ്. വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് പ്ലൂറലും വെർബ് എന്തായിരിക്കണം? സിംഗുലാറും ആയിരിക്കണം. ഓക്കെ. ഈച്ച് ഓഫ് കഴിഞ്ഞിട്ട് ദം എന്ന് പറയുന്നത് ദേയുടെ ഒബ്ജക്റ്റ് രൂപമാണ്. ദേ പ്ലൂറലാണ്, എന്റെ ഒബ്ജക്റ്റ് രൂപമാണ് ദം, പ്ലൂറലാണേ. ഇനി തുടർന്ന് വരുന്ന വെർബ് എന്താ? സിംഗുലാർ ആയിരിക്കണം. ഡു പ്ലൂറലാണ്. ഇനി അതേപോലെ ഡസ് സിംഗുലാർ ആണ്. ഓട്ടിറ്റു അവിടെ വരണം. അതേപോലെ ഡെയർലെറ്റ് ഇല്ല. അപ്പൊ നമുക്ക് ഏതാ വരുന്നത്? ഡസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഡസ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്. Nobody knows how to operate the new machine. Nobody knows how to operate the new machine. Does they ഓപ്ഷനിൽ ഉണ്ട്, ഡസിന്റെ they ഓപ്ഷനിൽ ഉണ്ട്, അതുപോലെ don't they ഓപ്ഷനിൽ ഉണ്ട്, do they ഓപ്ഷനിൽ ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതിൽ നോക്കി, ഇവിടെ നോബഡി വരുന്ന സെന്റൻസ് ആണ്. നോബഡി വന്നു കഴിഞ്ഞാൽ സെന്റൻസ് നെഗറ്റീവ് ആണ്. നോബഡിക്ക് വരെ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് ഏതെടുക്കാം? ദേ എടുക്കാം. നോസ് എന്ന വെർബ് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡസ് എന്ന ഓക്സിലറി നമുക്ക് കിട്ടുന്നു. എന്നാൽ ഡസ് എന്ന് പറയുന്ന സിംഗുലാർ ഓക്സിലറി ദേ എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പം നമ്മൾ ചേർത്ത് പറയാനില്ല. അതുകൊണ്ട് ഡസിന്റെ പ്ലൂറലായ ഡു വെച്ചിട്ടായിരിക്കും. സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗാണ് ചെയ്യേണ്ടത്. പോസിറ്റീവ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ്. ഇങ്ങനെയാണെങ്കിൽ ഏത് വരുന്നു? ഡു പ്ലസ് ദേ, ഡു ദേ ഉത്തരമായിട്ട് വരും. ഒന്ന് ഓർമ്മയിലിരിക്കുക. സബ്ജക്റ്റുകളായിട്ട് ദീസ് വരാം, അതുപോലെ ദോസ് വരാം. ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ. ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ. അതുപോലെ സംബഡി, സംബഡി, someone, somebody, someone, anybody, anybody, anyone, anybody, anyone. അതുപോലെ nobody, no one, nobody, no one, none, nobody, no one, none, everybody, everyone, everybody, everybody, everyone, everyone. അതേപോലെ some of them, some of them, some of them, all of them, all of them, each of them. ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഏതെങ്കിലും വന്നാൽ ഇവയ്ക്ക് പകരം ക്വസ്റ്റ്യൻ ടാഗ് ദേ വെച്ച് ടാഗ് ചെയ്യുക. ഇവയ്ക്ക് പകരം എന്ത് വെച്ച് ടാഗ് ചെയ്യുക? ദേ വെച്ച് ടാഗ് ചെയ്യുക. ഏതൊക്കെയാ വാക്കുകള്? ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോ വൺ, നണ്ണ്, എവരിബഡി, എവരിവൺ, സം ഓഫ് ദം, ആൾ ഓഫ് ദം, മെനി ഓഫ് ദം. ഇത്തരം വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ഇവയ്ക്ക് പകരം ദേ വെച്ച് ടാഗ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ജക്റ്റ് പ്ലൂറൽ ആവും. പ്ലൂറൽ വരുന്ന സെന്റൻസുകളിൽ, സബ്ജക്റ്റ് പ്ലൂറൽ വരുന്ന സെന്റൻസുകളിൽ ഓക്സിലറി വെർബ് സിംഗുലാർ ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ ആക്കി ടാഗ് ചെയ്യണം. ഇപ്പൊ ദേ സബ്ജക്റ്റ് വരുന്ന സെന്റൻസ് ഓക്സിലറി നോക്കിയപ്പോൾ സിംഗുലാർ ആണ് കിടക്കുന്നത് എങ്കിൽ അതിന്റെ പ്ലൂറൽ ആക്കി മാറ്റി വേണം ടാഗ് ചെയ്യാൻ. ഇവിടെ നോക്കി വെർബ് ഇല്ലാത്ത സെന്റൻസുകൾ എങ്ങനെ ടാഗ് ചെയ്യാം? വെർബ് നോക്കി, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസുകൾ എങ്ങനെ ടാഗ് ചെയ്യാം? വെർബ് നോക്കി ടാഗ് ചെയ്യുക. വെർബ് V1 ആണെങ്കിൽ ഡു എന്ന ഓക്സിലറി വെച്ച് ടാഗ് ചെയ്യുക. വെർബ് എസിൽ അവസാനിക്കുന്നതാണെങ്കിൽ ഡസ് വെച്ച് ടാഗ് ചെയ്യുക. വെർബ് V2 ആണെങ്കിൽ ഡിഡ് വെച്ച് ടാഗ് ചെയ്യുക. ഇവിടെ നോസ് എസിൽ അവസാനിക്കുന്നു, ഡസ്. ഡസ് സിംഗുലാർ ആണ്, ദേ വരുന്ന സെന്റൻസ് ഡസിന്റെ പ്ലൂറൽ ആയി ഡു വെച്ച് ടാഗ് ചെയ്തു. ഒന്ന് ഓർമ്മയിലിരിക്കുക. ക്ലിയർ ആണല്ലോ? ഇതാണ് യൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ആർട്ടിക്കിൾ. ഉചിതമായിട്ടുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്.
അല്ല ഓപ്ഷനിൽ അല്ലെങ്കിൽ there were several battles between English and French in India എന്നതാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഉചിതമായിട്ടുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ് ചോദ്യം. അപ്പോൾ അല്ല ഓപ്ഷനിലായിട്ട് ദ ഫ്രഞ്ച് എന്നത് ഓപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് എന്നത് ഓപ്ഷനിലുണ്ട്. അതുപോലെ ഏത് വന്നിട്ടുണ്ട്, ദ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് എന്നതുണ്ട്, ആൻ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് എന്നത് ഓപ്ഷൻ. നൺ ഓഫ് ദീസ് വൺ. ഇവിടെ നോക്കിയേ, തന്നിരിക്കുന്ന ചോദ്യം അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്നതിനും അതുപോലെ തന്നെ ഏതിനും നമ്മുടെ ഫ്രഞ്ച് എന്ന് പറയുന്ന വാക്കിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കാം എന്നതാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. നമ്മളത് കണ്ടെത്താനുള്ള വഴി എന്ന് പറയുമ്പോൾ ഭാഷകൾക്ക് മുന്നിൽ നമ്മൾ പൊതുവെ എന്ത് ചേർക്കാറില്ല, ആർട്ടിക്കിളുകൾ ചേർക്കാറില്ല. ഭാഷകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. എന്നാൽ ഭാഷകളുടെ പേര് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് എന്ന വാക്കും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചേർക്കാം, ദാ ചേർത്തിട്ട് പറയാം. ഭാഷകളുടെ പേര് കഴിഞ്ഞ് ലാംഗ്വേജ് എന്ന് കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ദാ ചേർക്കാം. ഇനി രാജ്യങ്ങളിലെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഭാഷ. ഒരു ഭാഷ വച്ചിട്ട് രാജ്യത്തെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ ദാ ചേർത്തിട്ട് പറയാം. ഒരു രാജ്യത്തെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ ദാ ചേർക്കാം. ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ദ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പീപ്പിൾ ഇൻ ഇംഗ്ലണ്ട് ആണ്. ദ ഫ്രഞ്ച് എന്ന് പറഞ്ഞ പീപ്പിൾ ഇൻ ഫ്രാൻസ് ആണ്. അപ്പൊ അതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചേർത്തിട്ട് പറയാം. അല്ലാതെ ഭാഷകൾക്ക് മുന്നിൽ എന്ത് ചേർക്കാറില്ല, ആർട്ടിക്കിൾ ചേർക്കാറില്ല. നോക്കിയേ, there were several battles between English and French. അപ്പൊ ഭാഷകളുടെ പേരായിരിക്കും പറഞ്ഞിരിക്കുന്നത്? ഇല്ല, അവിടുത്തെ ജനങ്ങളെയും സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷിലെ ജനങ്ങളും ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും ജനങ്ങൾ തമ്മിൽ ബാറ്റിൽസ് ഉണ്ടാവും. ഒരു രാജ്യത്തെ ജനങ്ങളെ സൂചിപ്പിക്കുകയാണെങ്കിൽ ദാ ചേർക്കണം. അതുകൊണ്ട് ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് അവിടെ ഉത്തരമായിട്ട് വരും, മറക്കരുത്. അടുത്ത ചോദ്യം നോക്കിയേ, he would buy a car, dash. ഓപ്ഷനില് if he had the money, if he has the money, അടുത്തത് if he have the money, അടുത്തത് if he had the money. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യം if ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ സബോർഡിനേറ്റ് ക്ലോസ്, അതായത് if വരുന്ന ഭാഗമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ മെയിൻ ക്ലോസിന്റെ പ്രത്യേകത നോക്കിയാൽ മതി. വുഡ് കഴിഞ്ഞിട്ടാണ് V1 വന്നിരിക്കുന്നത്. വുഡ് പ്ലസ് V1 വരുന്നെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് പറഞ്ഞാൽ V1 അല്ലെങ്കിൽ V2 വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം, അല്ല എങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ വരാം. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാ ഇല്ല. ഇനി വുഡ് പ്ലസ് V1 വരുന്ന മറ്റൊരെണ്ണമാണ് ഹാഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗൺ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ എന്താന്ന് പറയാം, വുഡ് പ്ലസ് V1 ഉത്തരമായിട്ട് പറയാം. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കി. ഇവിടെ രണ്ട് ഹാഡ് കഴിഞ്ഞിട്ടാണ് ദ മണി അടങ്ങുന്നത്. ഇവിടെ ഹാസ് ആണ്, ഹാസ് പ്ലസ് ദ മണി എന്ന് പറയുന്നത് നൗൺ ആണ്. ഇവിടെ ഹാവ് ആണ്, വരില്ല. ദ ഹാഡ് കഴിഞ്ഞിട്ട് ദ മണി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഡി ഓപ്ഷൻ. ഇങ്ങനെ ഇഫ് ക്ലോസിന്റെ 3 റൂൾ എന്ന് പറഞ്ഞ് ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V1 അല്ല എങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബോ, അല്ല എങ്കിൽ ഡു ഡസ്, അതുപോലെ ഈസ് ആം ആറ്, ഈസ് ആം ആറ്, അതുപോലെ ഹാസ് ഹാവ്, ഇതിലേതെങ്കിലും ഒന്ന് ഇഫ് വരുന്ന ഭാഗത്ത് വന്നാൽ മറുഭാഗത്ത് വില്ല് ഷാള് ക്യാൻ മേ പ്ലസ് V1 വരുന്നു. ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ ഡു അല്ലെങ്കിൽ ഡസ്, ഈസ് ആം ആറ്, ഹാസ് ഹാവ് വന്നാൽ മറുഭാഗത്ത് വില്ല് ഷാള് ക്യാൻ മേ പ്ലസ് V1 ഉത്തരം. ഇഫിന്റെ രണ്ടാമത്തെ റൂളാണ് ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V2 വരാം, അല്ല എങ്കിൽ ഡിഡ് വരാം, അല്ലെങ്കിൽ ഏതൊക്കെ വരാം, വാസ് അല്ലെങ്കിൽ വേറെ വരാം. ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ മറുഭാഗത്ത് ഏതാ ഉത്തരം, വുഡ്, അതുപോലെ ഷുഡ്, വുഡ് ഷുഡ് കുഡ്, വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1, വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. ഇഫ് കഴിഞ്ഞിട്ട് V2 വരാം, അല്ലെങ്കിൽ ഡിഡ്, വാസ് അല്ലെങ്കിൽ വേറെ വരാം. എന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏതാ, വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. ഇനി ഇഫിന്റെ മൂന്നാമത്തെ റൂൾ ഏതാ, ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ
മറുഭാഗത്ത് ഏതാ? ഉഡ് വരാം, അതുപോലെ ഷുഡ് വരാം. ഉഡ് ഷുഡ് കുഡ്, ഉഡ് ഷുഡ് കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പൊ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഉഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 അവിടെ ഉത്തരമായിട്ട് വരണം. ഇനി ഹാഡിന്റെ തന്നെ രണ്ട് എക്സെപ്ഷൻ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് നൗൺ ആണ് വരുന്നതെങ്കിൽ, നൗൺ എന്ന് പറഞ്ഞ എന്തെങ്കിലും പേരായ ശബ്ദമാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതുക. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഏതാ? ഇതായി കിടക്കുന്നു. ഇത് ഉഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. കണ്ടാ, ഇവിടെ ഹാഡ് പ്ലസ് നൗൺ വന്നുകൊണ്ടാണ് ഉഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1 ഇവിടെ ഉത്തരമായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് തന്നെ വേറെ എക്സെപ്ഷനുകളുണ്ട്. ഇഫ് കഴിഞ്ഞിട്ട് രണ്ട് ഹാഡ് കഴിഞ്ഞിട്ടാണ് ഒരു നൗൺ വരുന്നതെങ്കിൽ, രണ്ട് ഹാഡ് കഴിഞ്ഞിട്ടാണ് ഒരു നൗൺ വരുന്നതെങ്കിൽ മറുഭാഗത്ത് മൂന്നാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം. മൂന്നാമത്തെ റൂൾ ഏതാ? അതായത് ഉഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. കാരണം ഒരു ഹാഡിന് ഓക്സിലറി വെർബായി ഒരു ഹാഡിന് V3 ഫോമിൽ വെർബായി കരുതി നമുക്ക് ഉത്തരം എഴുതാം. ഇവിടെ വെർബ് ഇല്ലാത്തതുകൊണ്ട് ഈ ഹാഡിന് V2 ആയിട്ട് കരുതി രണ്ടാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതാം. ഇഫ് ക്ലോസ് ടോപ്പിക് നോക്കി. അടുത്ത ചോദ്യം ഇതാണ്. കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇറ്റ്സ് പോസിറ്റീവ് ഡിഗ്രി ഈസ് ഡാഷ്. ഇതിന്റെ പോസിറ്റീവ് ഡിഗ്രി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ദാ കഴിഞ്ഞിട്ട് EST അവസാനിക്കുന്ന വാക്ക് വന്നിരിക്കുന്നുണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി എഴുതാനുള്ള ഇക്വേഷൻ എങ്ങനെയാ നമ്മൾ പഠിച്ചതാണ്? നോ അതർ. എന്തിൽ തുടങ്ങുക? നോ അതറിൽ തുടങ്ങുക. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നമുക്ക് ഒരൊറ്റ ഇതേ ഉള്ളൂ, ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. നോ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സോ അല്ലെങ്കിൽ അസ്, രണ്ടിൽ ഏതെങ്കിലും ഒരു വാക്ക് പ്ലസ് പോസിറ്റീവ് ഡിഗ്രി പ്ലസ് അസ് പ്ലസ് ഫസ്റ്റ് പാർട്ട്. ഇതാണ് പോസിറ്റീവ് ഡിഗ്രി എഴുതുന്ന ഇക്വേഷൻ. നോ അതറിൽ തുടങ്ങുക, സെന്റൻസിന്റെ സെക്കൻഡ് പാർട്ട് എഴുതുക. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് വരുന്ന ഭാഗം, സ്റ്റേറ്റ് ഇൻ ഇന്ത്യ സെക്കൻഡ് പാർട്ട്. ഇനി ഓക്സിലറി വെർബ് എഴുതുക, ഈസ് ഓക്സിലറി. സോ അല്ലെങ്കിൽ അസ്, രണ്ടിൽ ഏതെങ്കിലും ഒരു വാക്ക് എഴുതുക. നമുക്ക് സോ എഴുതിയാലും അസ് എഴുതിയാലും കുഴപ്പമില്ല. ഇനി അടുത്ത പോസിറ്റീവ് ഡിഗ്രി. മോസ്റ്റ് ലിറ്ററേറ്റ് എന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതിന്റെ പോസിറ്റീവ് ഡിഗ്രി ലിറ്ററേറ്റ് എന്ന് മാത്രം വരുന്നു. ഇനി വീണ്ടും ഒരു അസ് ചേർക്കുക, ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എടുത്തെഴുതുക. നോ അതർ പ്ലസ് സെക്കൻഡ് പാർട്ട് ഓക്സിലറി വെർബ് സോ അല്ലെങ്കിൽ അസ് പോസിറ്റീവ് ഡിഗ്രി ആസ് പ്ലസ് ഫസ്റ്റ് പാർട്ട്. അപ്പൊ നമുക്ക് ഉത്തരം എങ്ങനെ വരുന്നു? നോ അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് അസ് ലിറ്ററേറ്റ് അസ് കേരള എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. മൈ ബ്രദർ ഗോയിങ് ടു അമേരിക്ക 2 years ago. മൈ ബ്രദർ വെന്റ് ടു അമേരിക്ക. മൈ ബ്രദർ വെന്റ് ടു അമേരിക്ക 2 years ago എന്ന് തന്നിട്ടുണ്ട്. മൈ ബ്രദർ ഗോൺ ടു അമേരിക്ക 2 years ago എന്ന് തന്നിട്ടുണ്ട്. മൈ ബ്രദർ ഗോസ് ടു അമേരിക്ക 2 years ago എന്ന് തന്നിട്ടുണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ ആണ് കേട്ടോ. ബി ഓപ്ഷൻ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി കാരണം എന്താ? കാരണം ഇത്രേ ഉള്ളൂ. എഗോ വരുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെന്റ് അവിടെ വന്നിരിക്കും. നമ്മൾ പഠിച്ചത് എങ്ങനെയാ? അലി ALY അലി 2024 പ്ലസ് V2. അലി 2024 പ്ലസ് V2. എയിൽ വരുന്ന വാക്കാണ് എഗോ. എല്ലിൽ വരുന്ന വാക്കാണ് ലാസ്റ്റ്. എല്ലിൽ വരുന്ന വാക്ക് ലാസ്റ്റ്. വൈയിൽ വരുന്ന വാക്കാണ് യെസ്റ്റർഡേ. വൈയിൽ വരുന്ന വാക്ക് യെസ്റ്റർഡേ. 2024 കഴിഞ്ഞുപോയ വർഷം. ഇനിയിപ്പോ 2024 കഴിയുമ്പോൾ നിങ്ങൾ 25-ആം തീയതി കഴിഞ്ഞുപോയ വർഷങ്ങൾ. അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഉത്തരം V2 ആയിരിക്കും. വെർബ് V2 എഴുതണം. ഇവിടെ നോക്കിയാൽ എഗോ വന്നിട്ടുണ്ട്, അപ്പൊ V2 ആണ് വരേണ്ടത്. ഇവിടെ ഗോയിങ് കിടക്കുന്നു. എഗോ വെന്റ് എന്ന് പറയുന്ന ഗോയുടെ V2 രൂപമാണ് വന്നിട്ടുണ്ട്. ഉത്തരം ശരിയാണ്.
ഇവിടെ ഗോൺ എന്ന് പറഞ്ഞ V3 ഒറ്റയ്ക്ക് നിൽക്കില്ല, തെറ്റാണ്. ഗോസ് എന്ന് പറഞ്ഞ സിമ്പിൾ പ്രസന്റ് ആണ്, വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ. കോഡ് എങ്ങനെയാ? അലി 2024 പ്ലസ് വീട്ടു. എയിൽ വരുന്ന വാക്ക് എഗോ, എൽ ലാസ്റ്റ്, വൈ യെസ്റ്റർഡേ, 2024 കഴിഞ്ഞു പോയ വർഷം. അടുത്ത ചോദ്യം നോക്കിയേ. ബൈ ദിസ് ഡേ നെക്സ്റ്റ് ഇയർ മൈ ബ്രദർ ഡാഷ് ഹിസ് കോഴ്സ്. കംപ്ലീറ്റ്സ് ഓപ്ഷനിലുണ്ട്, വിൽ കംപ്ലീറ്റ് ഉണ്ട്, വിൽ ബി കംപ്ലീറ്റിംഗ് ഉണ്ട്, വിൽ ഹാവ് കംപ്ലീറ്റഡ് ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഡി ഓപ്ഷൻ ആണ്. ഫ്യൂച്ചർ ടെൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മൾ പഠിച്ചതാണ്. ബൈ കഴിഞ്ഞിട്ട് ടുമോറോ, നെക്സ്റ്റ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഏതെങ്കിലും വന്നാൽ ഉത്തരം ഏതാണ്? വില്ല് ഓർ ഷാള്. വില്ല് ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3. വില്ല് ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3. ടി ടുമോറോ എൻ നെക്സ്റ്റ്. അപ്പൊ ബൈ കഴിഞ്ഞിട്ട് ടുമോറോയോ നെക്സ്റ്റോ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം വില്ലോ ഷാൾ പ്ലസ് ഹൗ പ്ലസ് വിത്ത്. ഇതാ ബൈ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന വാക്ക് കിടക്കുന്നു, അതുകൊണ്ട് വില്ലോ ഷാൾ പ്ലസ് ഹൗ പ്ലസ് വിത്തിന്റെ ഉത്തരമായിട്ട് മറക്കരുത്. അടുത്ത ചോദ്യം നോക്കിയേ. ലെറ്റ് ദം ബിൽഡ് എ ഹോസ്പിറ്റൽ ഹിയർ. ചേഞ്ച് ദ വോയിസ്. ഓപ്ഷൻ, അതായത് പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷനിൽ ലെറ്റ് എ ഹോസ്പിറ്റൽ ബി ബിൽറ്റ് ബൈ ദം, ലെറ്റ് എ ഹോസ്പിറ്റൽ ബി ബിൽറ്റ് ബൈ ദം ഹിയർ, ലെറ്റ് എ ഹോസ്പിറ്റൽ ബി ബിൽറ്റ് ബൈ ദം ഹിയർ, ബിൽഡ് ബൈ ദം ഹിയർ. ലാസ്റ്റ് ഓപ്ഷൻ ലെറ്റ് എ ഹോസ്പിറ്റൽ ബിൽറ്റ് ഹിയർ ബൈ ദം. നമുക്ക് ലെറ്റിൽ വരുന്ന സെന്റൻസ് എല്ലാം ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. വെർബിലോ പ്ലീസ്, അതേപോലെ കൈൻഡ്ലി, ബി, ഡോണ്ട്, ലെറ്റ് എന്നിവയിൽ തുടങ്ങുന്ന സെന്റൻസ് എല്ലാം ഇമ്പരേറ്റീവ്. ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ പാസീവ് വോയിസിന്റെ ഇക്വേഷൻ ലോബ്, LOB, ലോബ് V3 എന്നാണ്. എന്താ? ലോബ് V3. L എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റ്. O എന്ന് പറഞ്ഞാലോ ഒബ്ജക്റ്റ്. B എന്ന് പറഞ്ഞാൽ BEB. V3 എന്ന് പറഞ്ഞാൽ V3 ഫോം ഓഫ് വെർബ്. ലെറ്റ്, ഒബ്ജക്റ്റ്, B, V3 ഫോം. നമുക്ക് നമ്മൾ ആദ്യം ബിൽഡ് എന്ന് പറയുന്ന വെർബാണ്, എ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്, ഹിയർ എന്ന് പറയുന്ന റിമൈനിങ് പാർട്ടാണ്, ബാലൻസ് ചെയ്തത്. ലെറ്റ് പോട്ടെ, ലെറ്റ് തുടങ്ങുന്ന ഇമ്പരേറ്റീവ് ആണ്. ദം എന്ന് പറയുന്നത് എന്താ? അതിന്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന വാക്കാണ്. അത് ഒബ്ജക്റ്റ് ഉപതി തന്നെ കിടപ്പുണ്ട്. ഇനി നോക്കിയേ, ഇപ്പൊ നമുക്ക് ആദ്യം എന്ത് ചേർക്കാം? ലെറ്റ് ചേർക്കും. ഇനി ഒബ്ജക്റ്റ് ഏതാ? എ ഹോസ്പിറ്റൽ, ലെറ്റ് എ ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം? ബി ചേർക്കണം, ലെറ്റ് എ ഹോസ്പിറ്റൽ ബി. ബിൽഡിന്റെ V3 ആണ് ബിൽറ്റ് എന്ന് പറയുന്നത്, ബിൽറ്റ്. റിമൈനിങ് പാർട്ട് ഇതേപോലെ വല്ലതും ഉണ്ടെങ്കിൽ അത് വെർബിന്റെ ശേഷം എഴുതുക, ഹിയർ അവിടെ എഴുതി. ലെറ്റ് എ ഹോസ്പിറ്റൽ ബി ബിൽറ്റ് ബൈ, ബിൽറ്റ് ഹിയർ ബൈ, ലാസ്റ്റ് സബ്ജക്റ്റ് ദം, ബൈ ദം. ലെറ്റ് എ ഹോസ്പിറ്റൽ ബി ബിൽറ്റ് ബൈ ദം. സി ഓപ്ഷൻ ആണ്, സോറി ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ലെറ്റ് എ ഹോസ്പിറ്റൽ ബി ബിൽറ്റ് ഹിയർ ബൈ ദം. ഏത് ഓപ്ഷൻ? ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ജയൻ ആസ്ക്ഡ് മീ ഡാഷ്. അപ്പൊ അതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ട് സ്പീച്ചിന്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്, മറുഭാഗം എഴുതണം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം? നമ്മൾ ആസ്ക്ഡ് അല്ലെങ്കിൽ എൻക്വയർഡ് ഉപയോഗിക്കണം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ അതുപോലെ എഴുതണം. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല എങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ. ഓക്സിലറി തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതണം. അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടിംഗ് റൂൾ. റിപ്പോർട്ടിംഗ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ഈസ് ആകുമെന്ന് പറഞ്ഞാൽ വാസാക്കുക, ആറാണെങ്കിൽ വേർ ആക്കുക, ഹാസ് ഹാവ് ആണെങ്കിൽ ഹാഡ് ആക്കുക, ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ എഴുതുക, വില്ലാണെങ്കിൽ ഉഡ്, ഷാളാണെങ്കിൽ ഷുഡ്, ക്യാൻ ആണെങ്കിൽ കുഡ്, മേ ആണെങ്കിൽ മൈറ്റ്, മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു, വാസ് ഓർ വെയർ ആണെങ്കിൽ ഹാഡ് ബീൻ, V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബാണെങ്കിൽ അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ V2 ആക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് ആണ് വരുന്നതെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കുക. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അതാണ് റിപ്പോർട്ടിംഗ് റൂൾ. ഇവിടെ നോക്കിയേ, ഇവിടെ
നമുക്ക് ആസ്ക് കഴിഞ്ഞ് ഇനി ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എല്ലാം ക്വസ്റ്റ്യൻ വേണം കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് സബ്ജക്റ്റ് വന്നു. ഇവിടെ ഓക്സിലറി ആണ് കിടക്കുന്നത്, അപ്പൊ അത് വരില്ല. ഇവിടെ സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, ഇവിടെയും സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയും ഓക്സിലറി, അപ്പൊ രണ്ട് ഓപ്ഷൻ കിട്ടി. ഇനി നോക്കിയാൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഓക്സിലറി റിപ്പോർട്ടിംഗ് റൂളിന്റെ പാസ്റ്റ്, അതായത് ഓക്സിലറിയുടെ പാസ്റ്റ്. ഇവിടെ ലീവിങ് എന്ന് നടക്കുന്നു, വെറും ലീവിങ് ING മാത്രം, ഓക്സിലറി അല്ല. ഇവിടെ വാസ് എന്ന് പറയുന്ന ഓക്സിലറി, പാസ്റ്റ് ഓക്സിലറി. അപ്പൊ ഏത് ഓപ്ഷൻ? സി ഓപ്ഷൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. എന്ത് വരുന്നു? സി ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട്. നമുക്ക് ഇവിടെ സി ഓപ്ഷൻ ഉത്തരമായിട്ട്. ക്ലിയർ ആണോ? 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും ചോദ്യങ്ങൾ എന്നോടൊപ്പം ഒന്ന് ചെയ്തു നോക്കുക, പറയുന്ന കാര്യങ്ങൾ കുറിച്ചെടുക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.